ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ പുറത്തുനിന്നുള്ള വ്ളോഗ് ചെയ്തിട്ടല്ലേ. അപ്പോൾ വിചാരിച്ചു ഇന്ന് എന്തായാലും പുറത്തുനിന്നുള്ളൊരു വ്ളോഗ് ചെയ്യണമെന്ന്. അപ്പോൾ അതൊക്കെ എന്താ പറയുക മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ടൗണിലോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ഇന്ന് കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ടൗണിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഓൺ വോയിസ് കൊടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ നോയ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ആ വോയിസ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഏട്ടൻ എന്നെ കുറേ കളിയാക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ വ്ളോഗിൽ വരേണ്ടതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. തൽക്കാലം ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് ഓൺ വോയിസ് കൊടുക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ട് വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പം താഴെ ചൊവ്വയുള്ളത് ഈ ഒരു ഏരിയ കാണുന്നവർക്കൊക്കെ, ഇവിടെ കണ്ണൂരുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങളിപ്പം ടൗണിലോട്ട് പോവുകയാണ്. പിന്നെ പൊന്നൂനെ രാവിലെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ടൈം ഒരു 9 മണി 9:30 ഒക്കെ ആയിട്ടുണ്ട്. കാരണം പൊന്നു രാവിലെ 8 മണിയാകുമ്പോഴേക്കും അവളുടെ സ്കൂൾ വാൻ വരും. അപ്പോൾ അവളെ ഞങ്ങൾ കയറ്റി വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾ പൊന്നൂനെയും കൊണ്ട് സ്കൂൾ ലീവാക്കിയിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പം ഇവിടെ കണ്ണൂർ RT ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് ഈ പുറകിൽ കാണുന്ന ഒരു ചെറിയൊരു ഷെൽട്ടർ ഉണ്ടോ, അവിടെ പിന്നെ ഈ ഓർഗാനിക് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഡയറക്റ്റ് ഈ ഓണേഴ്സ് എന്താ പറയുക, കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അങ്ങനെ അവിടെ സെയിൽ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് എനിക്ക് കുറച്ച് ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കുറേ ഷോപ്പിൽ നോക്കി കേട്ടോ. കാരണം അവിടെ നിന്നൊന്നും എനിക്ക് അത്ര ഒരു ഹീൽസ് ഒന്നും ഒരു കംഫർട്ടബിൾ ആവാത്തതുകൊണ്ട് ഇതിപ്പം പിന്നെ ഒരു കടയിൽ വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വന്ന് ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ഹീൽസൊക്കെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത്യാവശ്യം ഭയങ്കര വലിയ ഷോപ്പൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റേഡിയത്തിൽ തന്നെയുള്ളൊരു ഷോപ്പാണ് കേട്ടോ. നല്ല ഇവിടുന്ന് ഞാൻ മുന്നേ ഒരു എയറോസോഫ്റ്റിൻ്റെ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, അത്രയും കംഫർട്ടബിൾ ആണ് അവരുടെ എല്ലാ ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണിത്. ഇതും അത്യാവശ്യം ഹീൽസ് നല്ല സൂപ്പർ കംഫർട്ടബിൾ ആണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു സൈസ് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഇട്ട് നോക്കുന്നത് എനിക്ക് കുറച്ച് വലിയ സൈസാണ്, പിന്നെ ഉള്ളത് അതിൻ്റെ ഒരു ചെറിയ സൈസാണ്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് വലിയ സൈസും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എടുത്തില്ല. പക്ഷേ എനിക്കത് ഇഷ്ടമായിരുന്നു ആ ഒരു മോഡൽ. പക്ഷേ ഏട്ടന് ആ ഒരു മോഡൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഫ്ലാറ്റിൻ്റെ ഒരു ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതും ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ അതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 അവിടെ ഫ്രണ്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ രണ്ടെണ്ണമാണ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. എനിക്ക് ഇതിൻ്റെ ഹീൽസ് ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ നമുക്ക് മഴയത്തൊക്കെ യൂസ് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല സിമ്പിളായിട്ടുള്ളൊരു ചെരുപ്പാണ്. അപ്പോൾ ഇത് രണ്ടും എടുത്ത് ഞങ്ങളിപ്പം നേരെ ഇനിയിപ്പം ഫുഡ് വല്ലതും കഴിക്കാന്നുള്ള രീതിയിൽ ഞങ്ങളിപ്പം പോവാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതലേ നല്ല മഴയായിരുന്നു കേട്ടോ. മിനിഞ്ഞാന്ന് നല്ല മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേ നല്ല മഴയായിരുന്നു. ഒരു ദിവസം മഴയുണ്ടാവും, പിന്നെ അടുത്ത ദിവസം മഴയുണ്ടാവില്ല. അപ്പോൾ ഈ മഴയുള്ള ദിവസമാണ് ഞങ്ങളിപ്പോൾ ടൗണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മഴ കാണാനൊക്കെ ഭയങ്കര രസമാണ്, എന്നാലും നമുക്കൊരു പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പം ഫുഡ് കഴിക്കണം. അപ്പോൾ എന്നോട് ഏട്ടൻ ചോദിക്കുകയാണ് ഏത് ഹോട്ടലിലേക്ക് പോകേണ്ടത്, എവിടെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടൻ ഫുഡ് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ എന്താ പറയുക മലയാറ്റൂർ, അതുപോലെ തന്നെ നമ്മുടെ ഒണ്ടേൻ ഹോട്ടൽ, പിന്നെ പുലരി, പിന്നെ അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ഹോട്ടലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ടുള്ളത് മലയാറ്റൂരാണ് കേട്ടോ. നമ്മുടെ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അടുത്തുള്ള അവിടെ അത്യാവശ്യം നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് അവിടുത്തെ ഫുഡ് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വന്നത് നെസ്റ്റോയിലേക്കാണ്. നെസ്റ്റോയിൽ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ്, അതായത് കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങുന്നതിനേക്കാളും നമുക്ക് നെസ്റ്റോയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഒരുമിച്ച് വാങ്ങാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറേ സ്ഥലത്ത് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരെ പോകുന്നത് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളി, അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഞങ്ങൾക്ക് വാങ്ങണം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തക്കാളി നല്ല തക്കാളി നോക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ല തക്കാളി നോക്കി സെലക്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പിന്നെ വീട്ടിലെത്തി നോക്കും ഭയങ്കര എന്താ പറയുക മൊത്തം ഒരു ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോയി കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവിടെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് ഞാൻ എപ്പോഴും പോയി എടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറുനാരങ്ങ ഞങ്ങളെപ്പോഴും ഒന്നിക്ക് അച്ചാറാക്കി വെക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ ലൈം ജ്യൂസൊക്കെ ആക്കാനൊക്കെ ഞങ്ങൾ ചെറുനാരങ്ങ കൂടുതലും അങ്ങനെ വാങ്ങി സ്റ്റോക്ക് ചെയ്യാറുണ്ട്. കുറേ എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ ആക്കും. അങ്ങനെ ചെറുനാരങ്ങ എടുത്തു. പിന്നെ രണ്ട് ടൈപ്പ് തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. നാടൻ തക്കാളിക്ക് എത്രയായിരുന്നു റേറ്റ്? 43 രൂപ. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ
തൊലി കട്ടിയുള്ള തക്കാളിക്ക് 68 രൂപ അങ്ങനെയൊക്കെ എന്തോ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പച്ചമുളകും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പേര് ഓരോന്നായിട്ട് പറയാൻ പറ്റില്ല, പച്ചക്കറി തന്നെ ഓൾമോസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ 5 ലിറ്ററിൻ്റെ ഓഫർ, അതുപോലെ തന്നെ 3 ലിറ്ററിൻ്റെ ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു എന്താ പറയുക ഓയിലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് എന്താ പറയുക നമ്മുടെ ലേഡീസിൻ്റെയൊക്കെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തു. പിന്നെ എന്തൊക്കെയാണ് എടുത്തതെന്ന് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം ഇതൊക്കെ എല്ലാവരും വാങ്ങുന്നതും പർച്ചേസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊന്നും വലിയ സംഭവമായിട്ട് കാണിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ നെസ്റ്റോൾ അങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ടൊന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിയും. ഇപ്പോൾ ഏകദേശം ഞങ്ങളിപ്പോൾ നെസ്റ്റോയിൽ വന്ന ടൈം ഒരു 4 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. 4:10 പൊന്നൂൻ്റെ വാന് വരും. അപ്പോൾ ഞാനതായി തിരക്കിട്ട് ഓടുന്നത്. അപ്പോഴേക്കും വേഗം പർച്ചേസ് ചെയ്ത് ബില്ലടിച്ച് കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതില്ലെങ്കിൽ പിന്നെ ഡ്രൈവറെ വിളിച്ചിട്ട് ഇവിടെ നെസ്റ്റോയിൽ അവിടെ ഒന്ന് ഇറക്കി തരാൻ വേണ്ടി പറയണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു ഞങ്ങൾ ഉണ്ടായത്. അപ്പോൾ 4 മണി 4:05 4:10 ഞങ്ങൾക്ക് ഞങ്ങളെ ബില്ലടിച്ച് കിട്ടണം. അപ്പോൾ ഇപ്പം ഞാൻ വന്നേക്കുന്നത് നമ്മുടെ എന്താ പറയുക നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങേണ്ട ആ ഒരു ഏരിയയിലുള്ളത്. അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ വാങ്ങി ബില്ലടിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പം നേരെ പൊന്നൂനെ പിക്ക് ചെയ്യണം. അപ്പോൾ പൊന്നൂനെ ഞങ്ങൾക്ക് ഡ്രൈവർ അവിടെ നെസ്റ്റോൻ്റെ അവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പൊന്നൂനെയും കൂട്ടി ഞങ്ങളിപ്പം ബീൻ ബാഗ് വാങ്ങാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. അവിടെ ഹോൾസെയിലായിട്ട് ബീൻ ബാഗൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.